പാകിസ്ഥാന് തിരിച്ചടി നൽകിയ പശ്ചാത്തലത്തിൽ കശ്മീർ അതീവ ജാഗ്രതയിൽ. വ്യോമ മേഖലകളിൽ കർശന നിരീക്ഷണം. രാജ്യമെങ്ങും ജാഗരൂകമായ സുരക്ഷാ സേനകൾ. സാഹചര്യം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ സർവകക്ഷി യോഗം 11 മണിക്ക്. പാകിസ്ഥാന് തിരിച്ചടി നൽകിയ പശ്ചാത്തലത്തിൽ കശ്മീർ അതീവ ജാഗ്രതയിൽ. വ്യോമ മേഖലകളിൽ കർശന നിരീക്ഷണം. രാജ്യമെങ്ങും ജാഗരൂകമായ സുരക്ഷാ സേനകൾ. സാഹചര്യം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ സർവകക്ഷി യോഗം 11 മണിക്ക്. തിരിച്ചടി കിട്ടിയിട്ടും പാഠം പഠിക്കാതെ പാകിസ്ഥാൻ. പാക് വെടിവെപ്പിൽ സൈനികന് വീരമൃത്യു. നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്നു. ഉറിയിൽ ഇന്നലെ നടത്തിയത് തുടർ പ്രകോപനം. സംഘർഷം യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാൻ ഇടപെടലുമായി ലോകരാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് അമേരിക്ക. ഭീകരതയെ ചെറുക്കാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ബ്രിട്ടൻ. ആശങ്ക രേഖപ്പെടുത്തി UN. ഇന്ത്യയുമായി ആശയവിനിമയം നടത്തി ചൈന. ഇന്ത്യൻ മിസൈലുകൾ തകർത്ത ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നത് ബഹാവൽപൂരിലെയും മുർഗയിലെയും ദൃശ്യങ്ങൾ. ജയ്ഷെ ആസ്ഥാനം പൂർണ്ണമായും തകർന്നടിഞ്ഞതായി ദൃശ്യങ്ങളിൽ വ്യക്തം. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള ഇന്നലത്തെ വോട്ടെടുപ്പിൽ തീരുമാനമായില്ല. സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ ഉയർന്നത് കറുത്ത പുക. ഇന്ന് 4 വട്ടം വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് 133 കർദിനാൾമാർ. മാർപ്പാപ്പയാകാൻ ലഭിക്കേണ്ടത് 88 വോട്ടുകൾ. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഇന്ന് വിധി. കേഡൽ ജിൻസൺ ഉറ്റവരെ കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് തിരുവനന്തപുരം 6ാം സെഷൻസ് കോടതി. വിധി വരുന്നത് 8 വർഷത്തിനു ശേഷം. രാജ്യം അതീവ ജാഗ്രതയിൽ. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം തകർത്ത ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഈ മിനിറ്റിലെ ഏറ്റവും പുതിയ വാർത്ത. ആക്രമണത്തിൽ ഭീകര ആസ്ഥാനങ്ങൾ തരിപ്പണമായതായി വ്യക്തമാക്കുന്നതാണ് KP അഭിലാഷ് ഈ ചിത്രങ്ങൾ. യെസ്, തീർച്ചയായും ഇന്നലെ ബഹാവൽപൂരിലെയും മുരുദ്കയിലെയും ദൃശ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട്, അതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടക്കം വിശദീകരിച്ചുകൊണ്ടായിരുന്നു സൈന്യം നടത്തിയ വാർത്താ സമ്മേളനം. ആ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഏതൊക്കെ സ്പോട്ടുകളാണ് ലക്ഷ്യം വെച്ചത് എന്നത് വ്യക്തമായിരുന്നു. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടതാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ തന്നെ, പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നു. അവിടെ ചില വ്ളോഗർമാർ, യൂട്യൂബർമാർ ഒക്കെ എവിടെയായിരുന്നു പാകിസ്ഥാന്റെ സൈന്യം എന്ന് ചോദിക്കുന്ന വിചിത്രമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവർ അതായത് നമ്മൾ ആവർത്തിച്ച് പറയുന്ന മർക്കസ് അതിന്റെ ദൃശ്യങ്ങളടക്കം വളരെ കൃത്യമായി മസൂദിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, അസദിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭീകരാക്രമണത്തിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ദൃശ്യങ്ങൾ എന്തായിരുന്നു, ഈ മർക്കസിന്റെ മുൻപുള്ള ദൃശ്യമെന്നും ഇപ്പോഴത്തെ സാഹചര്യം എന്ത് എന്നത് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതാണ്. പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള ദൃശ്യങ്ങളടക്കം ഇന്നലെ പ്രേക്ഷകർ കണ്ടതാണ്. അതിന്റെ കൂടുതൽ വ്യക്തതയാർന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ രീതിയിൽ എടുത്തു പറയേണ്ടത്, ഈ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സഹായം തേടുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ നടത്തിയിട്ടുള്ളത്
സാധാരണക്കാരായ വലിയൊരു ഇരവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യ അവകാശപ്പെടുന്നത് പോലെ ഭീകരവാദ കേന്ദ്രങ്ങളിലല്ല ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ലോക രാജ്യങ്ങളെല്ലാം ഞങ്ങളെ സഹായിക്കണം എന്ന തരത്തിലുള്ള ഒരു ഇരവാദം ഉന്നയിക്കലാണ് ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവരങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പോലും ഐക്യരാഷ്ട്രസഭയോടൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പങ്കിന് ഇന്ത്യയുടെ ഭാഗത്ത് തെളിവില്ല, ഞങ്ങൾ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണത്തിന് ഒരുക്കമാണ്, ഞങ്ങൾ സഹകരിക്കാം, ഇന്ത്യയും സഹകരിക്കൂ, ഇതൊക്കെയാണ് പാകിസ്ഥാന്റെ വാദം. പക്ഷേ ഐക്യരാഷ്ട്രസഭയിലെ ബഹുഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളും നിരവധിയായ ചോദ്യങ്ങൾ ആണ് ഉന്നയിച്ചത്. ഈ പഹൽഗാമിൽ പിന്നെ ആരാണ് ആക്രമണം നടത്തിയത്, എന്തുകൊണ്ടാണ് ലഷ്കർ ഇ തോയ്ബയുടെ സംഘടന ആയിട്ടുള്ള തീവ്രവാദ സംഘടന TRF ഇതിന്റെ ഉത്തരവാദിത്വം തുടക്കത്തിൽ ഏറ്റെടുത്തത്, അതിനൊക്കെ ഒരു തരം ഉത്തരം മുട്ടിയ സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണം എവിടെയായിരുന്നു, എങ്ങനെയുള്ള ആക്രമണമായിരുന്നു, അത് സംബന്ധിച്ച തെളിവുകൾ, വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്. നമുക്ക് സജിത്ത് ചേരുന്നുണ്ട് അല്ലെ? അതെ സജിത്ത്, അതാണ് ഇപ്പോൾ ഇന്ത്യ ഇന്നലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ് നമ്മൾ നൽകിയ മറുപടി എന്ത് എന്നുള്ളത്. ആ ആക്രമണത്തിന്റെ തീവ്രത എത്രത്തോളമായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളുമാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് ഇപ്പോൾ പുറത്തു വരുന്നത് സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ കൃത്യമായി തന്നെ തെളിവുകൾ നിരത്തുകയാണ്. ഇന്ത്യൻ മിസൈൽ ആക്രമണം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ എത്ര കണ്ട് വലിയ നാശനഷ്ടം വിതച്ചു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ കൂടിയാണ്. ഇത് ഇപ്പോൾ പുറത്തു വരുന്ന രണ്ട് ദൃശ്യങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ്. ഇന്ത്യ ലക്ഷ്യമിട്ട രണ്ട് ഇടങ്ങൾ, ഒന്ന് ബഹവൽപൂരിലെ ജെയ്ഷെ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണമാണ്. ആ ജെയ്ഷെ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ എത്ര കണ്ട് രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കി എന്നതാണ് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ തെളിയിക്കുന്നത്. വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് ആ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, മസൂദ് അസറിന്റെ കേന്ദ്രങ്ങളിൽ അവരുടെ കുടുംബാംഗങ്ങളിലടക്കം 10 പേർ മരണപ്പെടുന്നതിന് ഇടയാക്കിയ ഇന്ത്യയുടെ മിസൈൽ നീക്കം, ഈ മിസൈൽ നീക്കം അവിടെ ഉണ്ടാക്കിയ അതിശക്തമായ നീക്കങ്ങൾ അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് പുറമെ തന്നെ മുറിത്കയിലും ഇന്ത്യ നടത്തിയ നീക്കങ്ങൾ, ഈ രണ്ട് ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ഇമേജുകളായി പുറത്തു വരുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇന്ത്യ പുറത്തുവിട്ട ദൃശ്യങ്ങളല്ല, മറ്റു ചില സ്വകാര്യ ഏജൻസികൾ പുറത്തുവിടുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ്. അതായത് തെളിവ് എവിടെ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം കൂടിയാണ്. അതായത് അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ ഇത് സ്ഥിരീകരിക്കുന്നു എന്ന കാര്യങ്ങളുമാണ്. അഭിലാഷ്, ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾക്ക് പുറമെ റോയിട്ടർ അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഈ മേഖലകളിൽ ഇപ്പോൾ അവരുടെ വാർത്താ ഏജൻസികൾ എത്തിയിട്ടുണ്ട്. അവിടുത്തെ നാശനഷ്ടങ്ങൾ ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ആ തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾക്ക് പുറമെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നേരിട്ടെത്തുമ്പോൾ പാകിസ്ഥാനിലെ മേഖലകളിൽ ഈ മിസൈൽ ആക്രമണം, ഇന്ത്യയുടെ നീക്കം വലിയ തരത്തിലുള്ള നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന തെളിവുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ സാഹചര്യം. അതായത് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ സാഹചര്യം, അതിൻ്റെ തെളിവുകൾ അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. സ്വകാര്യ ഏജൻസികളടക്കം ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിലൂടെ എന്താണ് ഇന്ത്യ ആ മേഖലയിൽ നടത്തിയ ദൗത്യം, ആ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയ നീക്കം എന്നത് വ്യക്തമാണ്. നമ്മൾ കണ്ടതാണ് ഇന്നലെ ന്യൂസ് 18 തന്നെ പുറത്തുവിട്ട ചില ദൃശ്യങ്ങളിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. മുമ്പ് അവിടുത്തെ ജെയ്ഷെ കേന്ദ്രത്തിൻ്റെ പഴയ സ്ഥിതിയും പുതിയ സ്ഥിതിയും കൃത്യമായി വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ഒന്നുകൂടി സ്ഥിരത നൽകുന്ന ദൃശ്യങ്ങളാണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങളായി തന്നെ പുറത്തു വരുന്നത്. പൂർണ്ണമായി തന്നെ ആ മോസ്കിന്റെ മേഖലകളിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. എന്തായാലും ഇത് ഇന്ത്യ പുറത്തുവിടുന്നതല്ല, മറ്റ് ഏജൻസികൾ തന്നെ വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ